എത്ര നേരമായിട്ട് ചായക്ക് പോയിട്ട്? വേഗം ചുറ്റടാ. അനു, കുറച്ച് വെള്ളം. ഇത് വേഗം ആട്ടടാ. ഞാൻ കുട്ടിക്ക് ഇത്തിരി കാച്ചി എണ്ണ മേടിക്കാൻ വന്നതാ. ജാനുവിന് സൂക്കേടൊന്നുമില്ലല്ലോ? ഇല്ല. ഞാൻ ചോദിച്ചോന്ന് പറഞ്ഞേക്കേ. ശരി. ഹായ്, ചമ്മന്തി കഞ്ഞിക്കാ ഇതിന്റെ തലയിൽ തേക്കാൻ. തെക്കിനവിടെ ഞാൻ ദേവത്തെ കണ്ടു. എവിടെ? കാവിന്റെ തന്നെ പോകുന്നു. വല്ലതും പറഞ്ഞു? ജാനത്തെ ഇവിടെ ഉണ്ടോന്ന് ചോദിച്ചു. അച്ഛനെ പറ്റി ഒന്നും ചോദിച്ചില്ല. ജാനു, ഞാൻ ചന്തയ്ക്ക് പോണു. അച്ഛാ, അരിയില്ല. ആ മൊയ്തക്കാരുടെ അടുത്ത് ചെന്ന് ഒരു 5 രൂപ തരാൻ പറ. കിട്ടിയില്ലെങ്കിലോ? ഓടി തരൂ. ബാപ്പ ഇവിടുണ്ടോ? ബാപ്പ കടയിലാ. എന്തിനാ ബാപ്പനെ അന്വേഷിക്കണേ? അച്ഛനൊരു 5 രൂപ കടം മേടിക്കാൻ പറഞ്ഞു. അരി മേടിക്കാനാ. നിക്കേ. നിന്റെ കയ്യിൽ 3 രൂപയുണ്ട്. ഇത് മതിയാ? മതി. ബാപ്പാനോട് 5 രൂപ കടം വാങ്ങാൻ വന്നതാ. എന്നിട്ട് നീ കൊടുത്താ? അന്നോട് ആരാ കായ് കൊടുക്കാൻ പറഞ്ഞു? അനക്കെന്തിനാ കായ്? അച്ഛൻ മേടിക്കാൻ പറഞ്ഞത്. എത്രയാ വാങ്ങാൻ പറഞ്ഞു? 5 രൂപ. 5 ഉറുപ്പ്യ വാങ്ങാൻ പറഞ്ഞാൽ 3 ഉറുപ്പ്യ വാങ്ങിയാ മതിയാ? അനക്ക് എത്രയാ വേണ്ടി? 5 ഉറുപ്പ്യല്ലേ? നീ കാണാ കല്ലിപ്പന്നെ. നോക്ക്, ഇത് അതിനെ കൊണ്ട് മുറുക്ക് വരുന്നതൊന്നും വാങ്ങി തന്നാളുടെ. മോളെ മോളെ അതിന് കഞ്ഞി കൊടുത്ത മോളെ കൊടുത്ത്. ജാനു, ജാനു, ചേട്ടൻ എന്നാ വന്നേ? 2 ദിവസമായി. കോയമ്പത്തൂർ തന്നെയല്ലേ? അതെ. എടുത്തിട്ട് സുഖമാണോ? നീ എവിടുന്നാ വരുന്നത്? മമ്മൂക്കാനെ കാണാൻ പോയതാ. കാശ് കടം ചോദിക്കാൻ അല്ലേ? ഇനി എന്നാ പോവാ? വെള്ളിയാഴ്ച. വേണ്ട. നീ ഇത് വാങ്ങിയില്ലെങ്കിൽ ദേവു എന്നെ കൊല്ലും. തുടങ്ങി നിന്റെ കളി. ഞാനോ തെര കളിക്കാൻ? എവിടെ? അയ്യോ, ഇനി നീ വെക്ക്, ഞാൻ അടിക്കാം. മതിയോ?
നമുക്ക് വെള്ളിയാഴ്ച കിട്ടിയല്ലോ. അച്ഛൻ വീട്ടിലുണ്ടോ? ആ നമുക്ക് പോ. വേലു എവിടെ പോയി? അച്ഛൻ പുറത്തു പോയിരിക്കുക. എപ്പോഴാ വരിക? ഒന്നും അറിയില്ല. കാത്തു നിന്നിട്ട് കാര്യമുണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാം. അത് ശരിയാവില്ല, ഞാൻ പറഞ്ഞോളാം. വരുമ്പോ ഞാൻ വന്നിരുന്നു പറഞ്ഞത്. ഞാനില്ലാത്തപ്പോ ആരാണ് എന്റെ വീട്ടുമുറ്റത്ത് വന്നിരിക്കുന്നത് നോക്കുകയായിരുന്നു. ഞാൻ എന്റെ മോളെ പൊന്നുപോലെയാ നോക്കുന്നത്. അത് അവക്ക് പോലും അറിയില്ല. കുഞ്ഞിരാമ, ഈ കാലം വല്ലാത്തതാ, ഒരുത്തരെയും വിശ്വസിക്കാൻ കൊള്ളില്ല. ആ, ഞാൻ ഒരു പുതിയ പാറ കോൺട്രാക്ട് എടുത്തിട്ടുണ്ട്. ഉളിയും കൂടും നാരായണന്റെ അടുത്ത് കൊടുത്തേക്കാം. അതിന്റെ അച്ചാർ ഇപ്പോഴേക്കും ഇപ്പൊ ഇതിരിക്കട്ടെ. ഓ മോളെ, അച്ഛന്റെ അടുത്ത് പൈസ കൊടുത്തിട്ടുണ്ട്, ഷാപ്പി പറഞ്ഞേക്കണ്ട. എന്നാ വരട്ടെ. നിനക്കറിയാവൂടെ ചാത്ത, ഈ നാടായ നാട് മുഴുവൻ എന്റെ തന്തയുടെ 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 വകയായിരുന്നു. അത് ആരായിരുന്നറിയോ? രാജാവായിരുന്നു. ആ അന്തോണി സ്വല്പം മതി കാണിച്ചതാ. ആരായിരുന്നു? രാജാവ്. അങ്ങേരി എത്തപ്പം മക്കള് വീതം വെച്ചു, മക്കള് വീതം വെച്ചു. അത് പിന്നെ ഞങ്ങൾക്ക് അറിഞ്ഞൂടെ? ആ മക്കളെത്തപ്പം അവരുടെ മക്കള് വീതം വെച്ചു, ആ മക്കളെ എത്തപ്പം അവരും വീതം വെച്ചു. അവസാനം എനിക്കൊന്നുമില്ലാണ്ടായി. എന്നാലും ഞാൻ രാജാവല്ലാണ്ടാവുമോ? അമ്മടെ ഒരു കുപ്പിയുടെ വേലും ഇപ്പൊ ഇങ്ങോട്ട് പോന്നോ? കൈ കാശ് കിട്ടിയ പിന്നെ കള്ളു കയറ്റ ഉറക്കം വരൂല അല്ലേ? എന്തെത്ര വൈകി? എന്റെ മുമ്പിൽ ഇരിക്കാൻ ഏത് പട്ടിക്കാടാ ഞാൻ കുറുപ്പ്? ഞാൻ ആരാണെന്നറിയാവോ? രാജാവാ, രാജാവ്. വേലേശനെ ഞാനാ കുഞ്ഞിരാമൻ. കാക്കാശിന് കൊള്ളാത്തവനെ. നിന്റെയൊക്കെ വിചാരം വേലുവിന് വയസ്സായി പോയെന്നാ. പക്ഷെ നിന്നെയൊക്കെ തല്ലാലേ ഈ വേലു ഒറ്റയ്ക്ക് മതിയടാ. വേലു കുടിച്ച വയറ്റി കിടക്കണം. അല്ലല്ലോ, കുഞ്ഞിരാമന്റെ സ്വഭാവം ആ ചീത്തയാ. നീ എന്നെ എന്നാ ചെയ്യൂ? തല്ലിച്ചയച്ച് തോട്ടിലെറിയും. എങ്കിലോ ഒന്ന് കണ്ടിട്ടുള്ളല്ലോ, എങ്കിലോ ഒന്ന് കണ്ടിട്ടുള്ളല്ലോ. ഇതാ, എന്നാലും എന്നോട് ഇങ്ങനെ ചെയ്യാവോടാ? എടാ, നമ്മൾ തമ്മിൽ മറ്റൊന്നും അല്ലല്ലോടാ. എന്റെ പൊന്നു കുഞ്ഞിരാമ, എനിക്കൊരാഗ്രഹമുള്ളത്, മരിക്കുന്നതിന് മുമ്പ് നിന്റെ കൈ കൊണ്ട് ഒരു കുപ്പി കള്ളു മേടിച്ചു കുടിച്ച് മരിക്കണം. കുഞ്ഞിരാമ, നീ അല്ലേ ഒരു കുപ്പി കള്ളു പറയാടാ. അന്തോണേ, 2 കുപ്പിയുടെ. നീ എന്റെ പൊന്നു മോനല്ലേ.